പൊന്നുമക്കളെ, കുസുമച്ചിയുടെ പൊന്നുമക്കൊക്കെ സുഖങ്ങൾ തന്നെ. ത്വാന നാളായി നിങ്ങളെയൊക്കെ കണ്ടിട്ട് കേട്ടാ. അത്യാവശ്യപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനാണ് കുസുമച്ചി ഇന്ന് എന്തരായാലും നിങ്ങളെ കണ്ടിട്ടേ കാര്യമുള്ളൂ എന്ന് കരുതി വന്നത് കേട്ടാ. ഇതൊന്നും ആരും അധികം പറയണത് കേട്ടിട്ടില്ല. ഏതായാലും അതിൻ്റെ കാര്യം പറയണതിന് മുമ്പ് നിങ്ങളൊക്കെ വിചാരിക്കണുണ്ടായിരിക്കും ഇന്ന് എന്തൊരു കുസുമച്ചി വളാന്ന് തിളങ്ങണ സാരിയിലൊക്കെ വന്നിരിക്കണമെന്ന്. വേറൊന്നും അല്ല, ഒന്ന് രണ്ട് നമ്മുടെ കൂടപ്പറപ്പുകളൊക്കെ വന്ന് ഈ കമൻറ്റ് ബോക്സിന് താഴെ എഴുതി വെച്ച് കേട്ടാ, ആ വെള്ള സാരി ഒന്ന് മാറ്റി പിടിക്കുക കുസുമേച്ചി, അല്ലെ നിങ്ങളെ കണ്ട കൂടുതൽ പ്രായം പറയുമെന്ന്. എനിക്കതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ല. എന്തൊരു ഇത്തിപ്പോര മുടി അവിടെ എവിടെയൊക്കെ നരച്ചെന്നേ ഉള്ളു. അപ്പോൾ പിന്നിട്ട് മാറ്റി പിടിക്കുക. ഇനിതാ ഓണമൊക്കെ വരാൻ പോവാണ്. നല്ലൊരു മാസമല്ലേ, കർക്കിടക രാമായണ മാസമൊക്കെ ഇതാ നടക്കണ്. നമ്മൾ ഇത്തിരി നല്ല കളർഫുള്ളായിട്ട് കിടക്കട്ടെന്ന് കുസുമേച്ചി അങ്ങ് കരുതി. ഇനി ആദ്യം പറഞ്ഞു വന്ന കാര്യത്തിലോട്ട് വരാം. ഇന്നലെ കുസുമേച്ചി ഒരു വീഡിയോ കണ്ടു കേട്ടാ. തെലുങ്കില തമിഴില മറ്റോ ഉള്ള ഒരു സംവിധായകനാണ് യവൻ. 84 വയസ്സ് വരും ഈ മുതുക്കന്. ഈ കൊച്ചു പെമ്പിള്ളാരെയൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ പിടിച്ച് നിർത്തിയിട്ട് അവരുടെ അവിടെ പിടിക്കുക, ഇവിടെ പിടിക്കുക, വയറ്റത്ത് പിടിക്കുക, കുറുക്കിൽ പിടിക്കുക, കഴുത്തിന് പിടിക്കുക, കയ്യിൽ പിടിക്കുക, കണങ്കാലിൽ പിടിക്കുക, അഭിനയിക്കാൻ പഠിപ്പിച്ച് കൊടുക്കണതാണ്. അത് കൂടാതെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരു പെങ്കൊച്ചി എന്നപ്പോൾ ഉടനെ അതിൻ്റെ വയറ്റത്തൂടെ ഇട്ട് അങ്ങ് കെട്ടി അങ്ങ് പിടിച്ച്. ആ പെണ്ണിന് ഇഷ്ടമല്ലാഞ്ഞിട്ട് ആ പെങ്കൊച്ചി കൈ പിടിച്ച് തിരിച്ചൊടിച്ച് മാറ്റി വെച്ച്. എന്നിട്ടും കിളവൻ ഇങ്ങനെ വായും പൊളിച്ച് നോക്കി നിൽക്കുകയാണ്. അയ്യോ കൈയെടുത്ത് മാറ്റിയാന്നും പറഞ്ഞ്. ഇങ്ങനെ തിളപ്പ് തീരാത്ത അരിപ്പ് മൂത്ത കുറേ മൂത്ത് നരച്ച കിളവന്മാരുടെ മുതുസൂക്കേടിനെ കുറിച്ചാണ് കുസുമച്ചി പറയാൻ വന്നത് കേട്ടാ. ഈ സംവിധായകനെതിരെ വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള വിമർശനങ്ങളും മറ്റുമാണ് ആളുകളൊക്കെ പല വശത്തുനിന്ന് ഉയർത്തണമെന്നൊക്കെയാണ് വാർത്തകളിലും മറ്റും പറയണത്. പക്ഷെ ഇതിനെക്കുറിച്ച് വേണ്ട രീതിയിൽ ആളുകൾക്ക് ഒരു ബോധവൽക്കരണം ഇല്ലയെന്ന് കുസുമേച്ചിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കണം ഈ ഒരു വിഷയം ആര് സംസാരിക്കണില്ലല്ലോ. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പൊന്നുമക്കളെ, കൊച്ചു പെമ്പിള്ളാരെ ഇങ്ങനെ ചൂഷണം ചെയ്യണത്, മുതലെടുപ്പ് നടത്തണത്. കുറേ വയസ്സായ കിളവന്മാർക്ക് ആ വയസ്സെന്ന് പറയണത് ഒരു ലൈസൻസ് ആണല്ല. എന്തൊരു ഈ കൊച്ചു പെമ്പിള്ളാർ വിചാരിക്കണത് അപ്പോൾ അപ്പൂപ്പൻ്റെ പ്രായമുള്ള അങ്കിള് വരണ്, അല്ലെ മുതുമുത്തശ്ശൻ വരണ്, എന്നോടുള്ള സ്നേഹമാണ് തള്ളേ, എന്തൊരു സ്നേഹം എന്നൊക്കെ ഈ പെമ്പിള്ളാർ വിചാരിക്കും കേട്ടാ. യവന്മാരുടെ ഉദ്ദേശം വേറെ ആയിരിക്കും. നല്ലതുപോലെ ഉദ്ദേശമുള്ള ഒരാളാണെങ്കിൽ ആ കയ്യിൽ പിടിച്ച് എന്തരുണ്ട് മോളെ, തോലിലൊന്ന് തട്ടി, അത്രയൊക്കെ മതി. ഇങ്ങനെ വയറ്റത്തൂടെ ചുറ്റിയിട്ട് പിടിക്കല്, കുറുക്കിനോട് ചേർത്തങ്ങ് അടുപ്പിക്കല്, രണ്ട് കവളത്തും പിടിച്ചങ്ങ് ചേർത്ത് കെട്ടി പിടിക്കല് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് കേട്ടാ. എൻ്റെ നാട്ടിൽ പോയപ്പോൾ അവിടെ ഒരു അപ്പീപ്പി എന്ന് പറഞ്ഞ് എല്ലാവരും വിളിക്കണ ഒരുത്തനുണ്ട് കേട്ടാ. എല്ലായിടവും അവന് നരയ്ക്കാൻ ബാക്കിയൊന്നുമില്ല. എന്നാലും എഴിച്ച് പൊങ്ങാൻ വയ്യെങ്കിലും കൊച്ചു പെമ്പിള്ളാരെ കാണുമ്പോൾ പഠിക്കണം, 10, 16, 17 വയസ്സുള്ള പെമ്പിള്ളാരെ കാണുമ്പോൾ എൻ്റെ പൊന്നു മോളെ എന്നും പറഞ്ഞ് വന്നങ്ങ് കെട്ടിപ്പിടിച്ച് സകലമാന ഒരു തടവലാണ് ആ കിളവന്. എന്തൊരു മുതുസൂക്കേട് മക്കളെ ഇത്. ഇതിനു വേണ്ടി നിർത്തി കൊടുക്കരുത് നിങ്ങളുടെ മക്കളെ എന്നാണ് കുസുമേച്ചിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇങ്ങനെ സോക്കേട് പെരുകി നടക്കണവനൊക്കെ ഇത് കേട്ട ഒന്നും മാറാനും തിരുത്താനും ഒന്നും പോണില്ല. അതൊന്നും കുസുമേച്ചി ഒട്ട് പ്രതീക്ഷിക്കണമില്ല. ഞാൻ പറയണത് ഈ പെമ്പിള്ളാരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും ഈ പെമ്പിള്ളാരോടുമാണ്. ഏവനെങ്കിലും ഒരുത്ത മൂത്ത് നരച്ചാണെങ്കിൽ വരുമ്പോൾ അയ്യോ എന്നോടുള്ള സ്നേഹം ഒലിച്ച് കിടന്നിട്ടാണ് എന്നെ കയറി കെട്ടിപ്പിടിക്കണമെന്ന് വിചാരിച്ച് നിന്ന് കൊടുക്കരുത്. നിങ്ങളും ഇവൻ്റെയൊക്കെ ഉള്ളിലിരിപ്പ് വേറെ ആയിരിക്കും. നിങ്ങളുടെ സ്വന്തം തന്ത അല്ലെങ്കിൽ തന്തയുടെ തന്ത അല്ലെങ്കിൽ തള്ളയുടെ തന്ത ഇത് ഒഴിച്ച ഒരുത്തന് നിങ്ങളുടെ ശരീരത്തിട്ട് കെട്ടിപ്പിടിച്ച് സ്നേഹം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടാ. അത്രയ്ക്ക് സ്നേഹം ആർക്ക് എവിടെ ഒലിച്ച് ധാരാളമായിട്ട് കിടക്കണ്. അതുകൊണ്ട് അവൻ്റെയൊക്കെ കുടുംബത്തിൽ കൊടുക്കാൻ പറ. സ്വന്തം പേരമക്കളെ, സ്വന്തം കുഞ്ഞുങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കുക. അവരോടൊരു സ്നേഹമായിട്ടൊരു വാക്ക് പറയാത്തവനൊക്കെ ആയിരിക്കും നാട്ടിൽ കിടക്കണ കൊച്ചു പെമ്പിള്ളാരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് സ്നേഹം കാണിക്കാൻ നടക്കുന്നത്. അതിൻ്റെ കാര്യമൊന്നുമില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കുടുംബത്ത് കയറി ഈ മുതുക്കന്മാരുണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇങ്ങനെയുള്ള വളം വെച്ച് കൊടുക്കലാണ്. ഇവരുടെ പ്രായം കരുതി എല്ലാവരും അങ്ങ് ഒരു പരിഗണന കൊടുക്കും. അതങ്ങനെ ആയിരിക്കില്ല. പ്രായം അതല്ലേ. ഓരോ സോക്കേട് പെരുകിയവന്മാർ കാണിക്കണ കാട്ടായങ്ങളും കൊച്ചു പിള്ളേരുടെ അടുത്ത് കാണിക്കണ തോന്നിയാസങ്ങളൊക്കെ നമ്മൾ കേൾക്കണുണ്ടല്ല. പിന്നെ വേറെ കുറെ പന്നന്മാരുണ്ട്. കൊച്ചു പെമ്പിള്ളാരെ ആരെങ്കിലും കണ്ടാൽ ഉടനെ എടുത്ത് മടിയിലോട്ട് അങ്ങ് വെക്കും. എന്തൊരു കാര്യത്തിന്?
എന്തെങ്കിലും സ്നേഹം അവരോട് കൂടുതൽ അങ്ങ് കിടപ്പുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഒരു 50,000 രൂപ അങ്ങ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കൊടുക്കും നിങ്ങൾ. അല്ല അത്രയ്ക്ക് സ്നേഹം അങ്ങ് മുട്ടി നിൽക്കുകയാണെങ്കിൽ. അല്ല പിന്നെ എന്തൊരു പറയാം പിള്ളേ, ഈ പിള്ളേരെ എടുത്ത് മടി വെച്ച് കളിപ്പിക്കണം എന്തിന്? അതും കൊച്ചു പെൺപിള്ളേരെ. കൊച്ചു പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ 10 വയസ്സാ 12 വയസ്സൊക്കെ ഉള്ള കൊച്ചു പെൺപിള്ളേരെന്ന് പറയുമ്പം അതുങ്ങൾ വളർച്ച എത്തണ പ്രായമാണ്. ഇനി വളർച്ച എത്തിയില്ല എന്ന് വെക്കുക, അവരെയൊക്കെ എടുത്ത് മടിയിൽ വെക്കേണ്ട കൊഞ്ചിക്കേണ്ട കാര്യം യവന്മാർക്ക് എന്താണ്? നാട്ടിൽ കിടക്കണവന്മാർക്ക് എന്താണ്? നിങ്ങൾക്കറിയാൻ പാടില്ലാഞ്ഞിട്ടാണ് എന്തുമാത്രം മുതലെടുപ്പുകൾ അങ്ങനെ ഓരോ കുടുംബങ്ങളിൽ നടക്കണം എന്നുണ്ട്. അറിയാവാ, ഈ പിള്ളേർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും ഇല്ലെങ്കിൽ ഒരു അറിവ് കാണൂല കേട്ടാ, ധാരണ കാണൂല. ഇനിയിപ്പോൾ അറിയാവുന്ന കുട്ടികളാണെങ്കിലും മനസ്സിലായാൽ തന്നെ വീട്ടുകാരോട് പറയാൻ ഒരു മടിയായിരിക്കും. അപ്പോൾ ഇത്രത്തോളം അവരൊക്കെ വീട്ടുകാർ ബഹുമാനിക്കണം. അപ്പൂപ്പനല്ലേ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയെങ്കിൽ അത് പ്രശ്നമായി പോവും. ഇനി എൻ്റെ തോന്നലിൻ്റെ കുഴപ്പമാണാ, എനിക്കങ്ങനെ തോന്നണതാണാ എന്നൊക്കെ വിചാരിച്ച് ഈ പെൺകൊച്ചുങ്ങളും പറയാതിരിക്കും. എത്ര വലിയ അപകടങ്ങളിലോട്ടാണ് അത് കൊണ്ടുപോയി വിടണമെന്നറിയാമോ ഇവന്മാർ? എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാം, കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട്, അങ്ങനെ യവന്മാർ മടിയിലെടുത്ത് വെച്ചുകൊണ്ടല്ലേ വണ്ടിയിലെടുത്ത് വെച്ചും കൊണ്ട് പോകുമ്പോൾ ഉടനെ വാതിക്കെ ചെന്ന് നിന്നുകൊണ്ട് അയ്യോ ടാറ്റ മക്കളെ, അപ്പൂപ്പൻ്റെ കൂടെ പോയി കളിപ്പാട്ടം വാങ്ങിച്ചുകൊണ്ട് വരി കേട്ടാ എന്ന് പറഞ്ഞ് ടാറ്റ കൊടുത്ത് വിടണം. തന്തമാർക്കും തള്ളമാർക്കും വേണം ആദ്യം ചെവള നോക്കി അടച്ചോരന്ന് കൊടുക്കാൻ. ഇതൊക്കെ ആരെങ്കിലും എവിടെങ്കിലും സംസാരിക്കണത് കേട്ടിട്ടുണ്ടോ പൊന്നുമക്കളെ? എന്നാൽ ഇതെല്ലാം എല്ലാവരും അനുഭവിക്കണതല്ലേ? എവിടെ വിട്ടാലും നമ്മുടെ പെൺകൊച്ചുങ്ങളെ എവിടെ വിട്ടാലും ഏത് ബന്ധുവിൻ്റെ അടുത്ത് വിട്ടാലും നിങ്ങളുടെ ഒരു കണ്ണ് വേണം. ഒരു പരിധിക്കപ്പുറം ഒരാൾക്കും കൊച്ചു പെൺപിള്ളേരുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കാൻ നിങ്ങളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. കൊച്ചുങ്ങളെ ചൂഷണം ചെയ്യും. ഈ കൊച്ചു പയ്യന്മാരായിട്ട് വരെ അങ്ങനെ ചൂഷണം ചെയ്ത് മുട്ടായി വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട കൊച്ചു 2-3 വയസ്സുള്ള പിഞ്ചു പൈതങ്ങളെ കൊണ്ടുപോയി ഉപയോഗിച്ച് കൊന്നുകളഞ്ഞ വാർത്തകളൊക്കെ നമ്മൾ എന്തുമാത്രം കേട്ടേക്കണ്. അപ്പോൾ പിന്നെ ഈ മുതുക്കന്മാരുടെ കാര്യം പറയണം. ഇവൻ്റെയൊക്കെ കാലം കഴിഞ്ഞ് സമയം കഴിഞ്ഞ് ഇനി തൊട്ടും തടവി അവിടെ ഇവിടെയും പിടിച്ചുമൊക്കെ അവന്മാർക്ക് സുഖം കണ്ടെത്താനുള്ള സാഹചര്യങ്ങളെ ഉള്ളു. എല്ലാ അവന്മാരുടെയും കാര്യമല്ല കേട്ടാ പറയണത്. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് വയസ്സായവരെല്ലാം സോക്കേട് പെരുക്കി നടക്കുവാന്ന് കുസുമേച്ചി പറഞ്ഞെന്ന്. അങ്ങനെ അല്ല കുസുമേച്ചി ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ഒരു വിഭാഗമുണ്ട്, ഒരു വലിയ വിഭാഗമുണ്ട്. കുറേ ആളുകൾക്ക് അത് അനുഭവപ്പെട്ടിട്ടുമുണ്ട്, അനുഭവിച്ചുകൊണ്ടിരിക്കണവരുമുണ്ട്, പുറത്ത് പറയാത്തവരുമുണ്ട്. എന്താണെങ്കിലും എന്തൊരു ബന്ധമാണെങ്കിലും കൊള്ളാം, ഏത് കൊടി പിടിച്ചവനാ, ഏത് മറ്റെടുത്തവനാണെങ്കിലും കൊള്ളാം, എത്ര അടുത്ത ബന്ധുവോ സുഹൃത്താണെങ്കിലും കൊള്ളാം, ഒരതിര് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ വരച്ചു വെക്കണം. അതിനിപ്പുറത്തോട്ട് ഒരുത്തനും ഒരു കാരണവശാലും ഒരു പ്രവേശനം കൊടുക്കരുത്, സ്വാതന്ത്ര്യം കൊടുക്കരുത്. കുസുമേച്ചി പറഞ്ഞത് എൻ്റെ പൊന്നുമക്കൾക്ക് ഇഷ്ടപ്പെട്ട ഇല്ലയെന്നൊന്നും കുസുമേച്ചിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മൾ പരദൂഷണക്കാരി ആകുന്നതും രോഗം പിടിച്ച സൂക്കേട് പിടിച്ച തള്ളച്ചി ആവണതും. എന്തരായാലും കുഴപ്പമില്ല, പറയാനുള്ള ഇമാതിരി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ 10 പറയാതിരിക്കാൻ കുസുമേച്ചിക്ക് പറ്റൂല മക്കളെ. ആ വീഡിയോ ഒന്ന് കാണണമായിരുന്നു. ആ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റൂല, കാരണം അവരുടെ വീഡിയോ ആണ്. അതിന് നമ്മളെടുത്താൽ നമ്മുടെ നെഞ്ചത്തോട്ട് കയറും. അതുകൊണ്ടാണ് ആ ഫോട്ടോ മാത്രം ഇടണത് കേട്ടാ. ഇങ്ങനെ പിടിച്ച് അതിൻ്റെ വയറിലിട്ട് ചുറ്റി പിടിച്ച് അത് കൈകൊണ്ട് അയാളുടെ കയ്യെ എടുത്ത് മാറ്റി വെക്കുകയാണ്. പിന്നെ പിടിക്കാൻ വേണ്ടി കൈയും പൊക്കിക്കൊണ്ട് ചെല്ലുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഓരോ രോഗങ്ങളാണ്, നല്ല അടി കിട്ടിയാൽ തീരാവുന്ന രോഗങ്ങളാണ്. പിന്നെ ഈ വയസ്സാം കാലത്ത് നമ്മൾ കയ്യേറ്റം ചെയ്യാൻ നടക്കണ്ട. നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറുക, അവർക്ക് അതിനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. അത് മാത്രമേ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളൂ. പിന്നെ നല്ല ഒരു രാമായണ മാസമൊക്കെയാണ്. എല്ലാവരും നല്ല ദൈവഭക്തിയിലും നല്ല ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കണവരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ രോഗമുള്ളവരാണെങ്കിലും ആരോഗ്യമൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം. നല്ല കഞ്ഞിയും പയറുതോരനും ഒക്കെ കഴിക്കണം. ആവശ്യമില്ലാത്ത അതും ഇതൊന്നും വലിച്ചു വാരി ഈ മാസം കഴിക്കാൻ നിൽക്കേണ്ട കേട്ടാ. മുരിങ്ങയിലയൊന്നും കൂടുതൽ ഉപയോഗിക്കാൻ നിൽക്കേണ്ട. അതിനൊക്കെ കയ്പും ഗുണമില്ലായ്മയൊക്കെ ഉള്ള മാസമാണ്. പിന്നെ എങ്ങനെയുണ്ട് എൻ്റെ പൊന്നുമക്കളൊക്കെ ഓണത്തിനെയൊക്കെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയ? കുസുമേച്ചിയുടെ സാരി എങ്ങനെയുണ്ട്? കുസുമേച്ചി വെള്ള സാരി ഉടുക്കുമ്പോഴാണ്, കളറ് സാരി ഉടുക്കുമ്പോഴാണ് കൂടുതൽ പ്രായക്കുറവ് തോന്നിക്കണേ എന്നൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. അത് മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങൾ ഇങ്ങനെയുള്ള മുതുകൂത്ത് കാണിക്കണ സോക്കേട് പെരിയ കളവന്മാരെ കുറിച്ച് എന്തരാണ് പറയുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാ? ഞാൻ പറഞ്ഞതിനെക്കുറിച്ചുള്ള അഭിപ്രായം കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിനകത്തൊന്ന് എഴുതി വെച്ചേക്കണേ.